പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ, അതായത് നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൗഡ് ഫീൽ തരുന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ യൂട്യൂബർ ആണോയെന്ന് ആഗ്രഹിക്കാത്തവർക്ക് പോലും ആഗ്രഹം തോന്നുന്ന തരത്തിലുള്ളൊരു കാര്യമാണിത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നാഷണൽ ക്രിയേറ്റർ എക്കോണമി ബില്ല് 2026 ജസ്റ്റ് പാസ്സായിട്ടുണ്ട് നമ്മുടെ രാജ്യസഭയിൽ. അപ്പോൾ ഇത് പറയുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ് ആൻഡ് ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ഹാവ് എ ലീഗൽ ഐഡൻറ്റിറ്റി. ഇതുവരെയും നമുക്ക് യൂട്യൂബറായിട്ടുള്ള ആർക്കും തന്നെ ലീഗലായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, ഒരു ലീഗൽ ഐഡൻറ്റിറ്റി യൂട്യൂബർക്കുണ്ടാവും. അതായത് നമ്മൾ പലരോട് ചോദിക്കാറുണ്ട് എന്ത് ജോലിയാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പം വക്കീലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറാണ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. പക്ഷേ യൂട്യൂബറായിട്ടുള്ളവർ നമ്മളോട് യൂട്യൂബർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ലീഗൽ ഐഡൻറ്റിറ്റി ഇതുവരെ ഇല്ലായിരുന്നു, അല്ലേ? പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, ലീഗൽ ഒരു ഐഡൻറ്റിറ്റി ഇനി മുതൽ കൊണ്ടുവരാൻ പോവുകയാണ് അതാണ് ഇപ്പോൾ ഈ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ മുന്നോട്ട് ഏതൊരു കാര്യത്തിനും ലീഗലായിട്ട് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. അതായത് ഇതുവരെ നമ്മളൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു ഹോബിയായിട്ടൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനി നിങ്ങൾ അതൊരു പ്രൊഫഷനായിട്ട്, അതായത് നിങ്ങൾ വിത്ത് റൈറ്റോടുകൂടി കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല നമുക്കിതിനോട് റൈറ്റ്സ് ഉണ്ടാവും. പ്രൊഫഷനായിട്ട് തന്നെ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് ഇതിവിടെ പറയുന്നത്. അപ്പം ഇനി ഇതുവരെയൊക്കെ നമ്മൾ ഒരു തമാശ രൂപത്തിലൊക്കെ നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം സൈഡായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അത് ആ രീതിയിലുള്ള ഇതൊക്കെ മാറ്റിവെച്ച് നമുക്ക് അത് പ്രൊഫഷനായിട്ട് തന്നെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതും വിത്ത് റൈറ്റോടു കൂടി നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊരു കാരണം പറയുന്നത്, ക്രിയേറ്റർ എക്കോണമിയിൽ 10,000 കോടിയിലധികം ഗ്രോത്ത് നമ്മുടെ ക്രിയേറ്റർ മുഖാന്തരം ഉണ്ടായിട്ടുണ്ട്. അതിൽ 25%, അതായത് ഓരോ വർഷവും 25% ഗ്രോത്ത് ഇതിൻ്റെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, കൺസ്യൂമർ പർച്ചേസിൻ്റെ 30% നമ്മുടെ ക്രിയേറ്റർ മുഖാന്തരമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു മൊബൈൽ കാണിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്. ഈ ഒരു മൊബൈൽ കാണിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് പലരും അങ്ങനെ നമ്മുടെ ഇതുകൊണ്ടൊക്കെ മൊബൈലും പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യും, അല്ലേ? അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്, ഇപ്പോൾ മൊബൈൽ ഒരു ഉദാഹരണം കാണിച്ചു എന്നേ ഉള്ളൂ. മൊബൈൽ ആയിക്കോട്ടെ, ഒരു ഹെഡ്സെറ്റ് ആയിക്കോട്ടെ, അങ്ങനെ പല സാധനങ്ങൾ, ഒരു മൈക്ക് ആയിക്കോട്ടെ, അങ്ങനെ പല സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ? അപ്പോൾ അതേ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബർ ഇങ്ങനെ പല വീഡിയോകൾ ഇങ്ങനെ ചെയ്യത്തില്ലേ? ഓരോ സാധനങ്ങൾ കാണിച്ചുകൊണ്ട് പല വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൺസ്യൂമർ പർച്ചേസ് നടക്കുന്നത് 30% അത് ഇങ്ങനെ ഈ രൂപത്തിലാണ് നമ്മുടെ ക്രിയേറ്റർ മുഖാന്തരം ഉള്ള വീഡിയോകളിൽ കണ്ടിട്ടുള്ള പർച്ചേസിംഗ് ആണ് നടക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ ബില്ലിൽ പറയുന്ന 2-3 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്. അത് ഇതൊക്കെയാണ്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ പ്രൊഫഷനായിട്ട്, അതായത് ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് പറഞ്ഞായിരുന്നു ഇതുകൊണ്ടൊക്കെ പലരോട് ചോദിക്കുന്നുണ്ട് വക്കീൽ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമുക്കും ഇതൊരു പ്രൊഫഷനായിട്ട് തന്നെ ഗ്യാരണ്ടി ആയിട്ട് ഇത് എടുക്കാവുന്നതാണ്. നമുക്കിത് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ, അതായത് യൂട്യൂബർ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷനായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, നമ്മൾ പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്തില്ലേ, ഇങ്ങനെ നമ്മൾ പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പലരും പേയ്മെൻറ്റ് ചിലപ്പം തരത്തില്ല, ചിലപ്പം ലേറ്റാവോ, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടാകും. ചിലരൊക്കെ ചിലപ്പം എന്താണ് പറയുന്നത്, 1-2 മാസമൊക്കെ തന്നു. നമ്മളിപ്പോൾ ഒരു വർഷത്തേന് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മളത് 1-2 മാസമൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെൻറ്റ് തരാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും ഇനി മുതൽ സാധിക്കത്തില്ല. അതൊക്കെ കറക്റ്റായിട്ട് പേയ്മെൻറ്റുകൾ തരുന്ന രീതിയിലായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ലീഗൽ രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതാണ് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പേയ്മെൻറ്റ് രീതികളൊക്കെ ആയിരിക്കും ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇതുമൂലം ഇനി ഇൻഷുറൻസ്, റിട്ടയർമെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിലൂടെ വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്കെല്ലാം ഏറ്റവും പ്രയോജനം തരുന്ന ഒരു കാര്യമാണ് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നമുക്കൊക്കെ ഒരുപാട് പ്രൗഡ് ഫീൽ ചെയ്യുന്ന, ഒരുപാട് നല്ല, അതായത് യൂട്യൂബറായിട്ട് വരാൻ ആഗ്രഹമില്ലാത്തവർക്ക് പോലും വരാൻ ആഗ്രഹം തോന്നുന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് ഇതിലൂടെ വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ പല ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ജോലി അല്ലെങ്കിൽ ബിസിനസ് എന്തെങ്കിലുമൊക്കെ അവിടെ അങ്ങനെ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി കാണും. പക്ഷേ ആ സ്ഥാനത്ത് നമുക്ക് യൂട്യൂബറായിട്ടുള്ള പലർക്കും ഇതുകൊണ്ടൊക്കെ ഫില്ലപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. ഇനി മുതൽ പക്ഷേ അതിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഒന്നുകിൽ ഡിജിറ്റൽ ക്രിയേറ്ററിനോ അല്ലെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്ററിനോ അങ്ങനെ എന്തെങ്കിലും ഈ രൂപത്തിൽ നമുക്ക് ഫില്ലപ്പ് ചെയ്യുന്ന ഒരു സ്ഥാനമുണ്ടാവും. അപ്പോൾ അതിലൂടെ നമുക്ക് പ്രയോജനമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പം ചില ലോണുകൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ
പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു വണ്ടിയോ അല്ല എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊരു ലോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുകൊണ്ടൊക്കെ സാങ്ഷനായി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യും. ഇനി നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൗഡ് ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഞാനൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്, അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബറാണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബറായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.